ഇത് KPCC ആസ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ എത്തുന്നു എന്നതാണ്. നേരത്തെ അരുൺ നിന്നിരുന്ന താജ് ഹോട്ടലിൽ നിരീക്ഷകരുമായി സംസാരിച്ച ശേഷം വി.ഡി. സതീശൻ ഇപ്പോഴിതാ KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നു. ഇവിടെയും നേതാക്കളുമായി, അതായത് നിയുക്ത MLA-മാരുമായൊക്കെ അഭിപ്രായം ആരായുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഇതാ വി.ഡി. സതീശന്റെ ഏറ്റവും വിശ്വസ്തനായ മറ്റൊരു MLA, നിയുക്ത MLA ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുഹമ്മദ് ഷിയാസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ പഴകുളം മധുവിനെ പോലെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ വലിയ നേട്ടം കൈവരിച്ച യുവാക്കളുടെ ഒരു നിര തന്നെയുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരിൽ ഭൂരിഭാഗവും വിജയിച്ചു കയറി എന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട നേട്ടമായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. യുവാക്കളുടെ നിര, VS ജോയിയെ പോലെ ഉള്ളവർ, റോജിയെ പോലെയുള്ളവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ KPCC ആസ്ഥാനത്ത് നമ്മൾ അന്നൊരു ഉത്സവാഘോഷം കണ്ടതാണ്. പക്ഷേ പലർക്കും അന്ന് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോഴിതാ വി.ഡി. സതീശൻ അവിടേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി, വി.ഡി. സതീശനായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് വി.ഡി. സതീശൻ ഇപ്പോൾ എത്തുന്നത് എന്നതാണ്. മുസ്ലിം ലീഗിനും സ്വീകാരനായിട്ടുള്ള ആളാണ്. ഘടകകക്ഷികൾക്ക് അനുകൂല നിലപാടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ MLA-മാരിൽ എത്ര പേർ വി.ഡി. സതീശനെ പിന്തുണയ്ക്കും എന്നതിലാണ് വ്യക്തത കൈവരേണ്ടത്. അവിടെയാണ് MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ. ഒപ്പം ഈ മതസാമുദായിക നിലപാടുകൾ നിർണായകമാകുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇപ്പോഴും വി.ഡി. സതീശനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. സുകുമാരൻ നായർക്കും വി.ഡി. സതീശനോട് അനുകൂലമാകുന്ന വലിയ നിലപാടില്ല. ഈ ഹൈന്ദവ വിഭാഗത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണത്. ഈ ഭരണതലത്തിലെ പരിചയക്കുറവൊക്കെ കുറവായി വരുമോ എന്നതും നമുക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ വി.ഡി. സതീശന് എത്തിയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഞാൻ വീണ്ടും ഡാനിലേക്ക് പോകുമ്പോൾ ഇതാ ഡാൻ, വി.ഡി. സതീശൻ അവിടേക്ക് എത്തുമ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും എത്തുന്നത്. എന്താണ് വിവരങ്ങൾ? വലിയ ആത്മവിശ്വാസത്തോടെ തന്നെ എന്ന് പറയേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് ഷിയാസിനൊപ്പമാണ് അല്പസമയം മുമ്പ് KPCC ആസ്ഥാനത്തേക്ക് ഇന്ദിരാഭവനിലേക്ക് എത്തിയത്. അദ്ദേഹം മാധ്യമങ്ങളോട് ഒന്നും പ്രതികരിക്കാതെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അല്പസമയത്തിനകം മറ്റ് നേതാക്കന്മാർ കൂടി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇനി എത്താനുള്ളത്. അതോടൊപ്പം നിരീക്ഷകർ എത്താനുണ്ട്. വൈകാതെ തന്നെ അവരും ഇവിടേക്ക് എത്തിച്ചേരും. ഒട്ടും കാലതാമസമില്ലാതെ ഈ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 63 കോൺഗ്രസ് MLA-മാരുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗമാണ് അല്പസമയത്തിനകം ഇന്ദിരാഭവനിൽ ആരംഭിക്കുക. ഹൈക്കമാൻഡ് പ്രതിനിധികളായ അജയ് മാക്കാന്റെയും അതോടൊപ്പം തന്നെ മുകുൾ വാസ്തക്കിന്റെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ നിർണായകമായ യോഗത്തിലായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകളിലേക്ക് കടക്കുന്നതിന്റെ ആദ്യ പടിയായി ഈ യോഗത്തെ വിലയിരുത്തേണ്ടി വരും. മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി അകത്തേക്ക് എത്തുന്നുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി രാവിലെ ഹോട്ടലിൽ വെച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ മുഴുവൻ ആളുകളുമായി രാവിലെ തന്നെ കൂടിക്കാഴ്ച നടത്താൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ മറ്റ് ഘടകകക്ഷിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം തേടിയേക്കുമെന്നാണ് സൂചന. അതിനുശേഷമായിരിക്കും വൈകുന്നേരം 3 മണിയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് അവർ തിരികെ മടങ്ങുക. പിന്നീട് ഡൽഹി കേന്ദ്രീകരിച്ചാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഏറ്റവും ആകാംക്ഷാഭരിതമായ സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയം മാറുക. യെസ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഓരോരുത്തരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുമായി ഹൈക്കമാൻഡിനെ സമീപിക്കേണ്ടതായി വരുന്നു. പിന്നീട് ഹൈക്കമാൻഡ് അതിലൊരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. ഇപ്പോൾ ഈ നേരത്തെ കടന്നു വരികയും ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നേതാക്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഓരോരുത്തരുടെയും നിലപാട് ഏറെ നിർണായകമാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം സൂചിപ്പിക്കേണ്ടത്, നേരത്തെ അരുൺ KS-ന്റെ പ്രതികരണം ആയിരുന്നു സൂചിപ്പിച്ചത്. അതിൽ 2 പ്രതികരണങ്ങൾ നമ്മൾ KS-ന്റെ പ്രതികരണത്തിലും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ PJ കുര്യൻ പറഞ്ഞത് MLA-മാരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില നൽകേണ്ടതായി വരും, അതിനൊരു വലിയ പരിഗണന ഉണ്ടാകും എന്നതാണ്. ഇപ്പോഴും KPCC ആസ്ഥാനത്തേക്ക് നിരവധിയായ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യെസ് അരുൺ, ഈ MLA-മാരുടെ പിന്തുണയെന്ന് പറയുമ്പോൾ അതാണല്ലോ ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയം. അതായത് MLA-മാരിൽ അധികവും ആരെയാണ് പിന്തുണയ്ക്കുന്നത്? അത് അധികവും M. ലിജു ഉൾപ്പെടെയുള്ളവർ ആണ്. യെസ്, ലിജു നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് എം ലിജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്.
വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി സജീവമായി തന്നെ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകൾ കൂടി ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ളവർ, നാട്ടകം സുരേഷിനെ പോലെയുള്ളവർ, ഇപ്പോൾ തിരുവഞ്ചൂരൊക്കെ നേരത്തെ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് എന്നതാണ്, ആഭ്യന്തര വകുപ്പ് അടക്കം. അങ്ങനെയുള്ള തലമുതിർന്ന നേതാക്കൾ, മാത്യു കുഴൽനാടൻ കഴിഞ്ഞ നിയമസഭയിൽ പിണറായി വിജയനെ ഏറ്റവും അധികം വിമർശിച്ച, രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന നേതാവാണ്. പെരുമ്പാവൂരിൽ ഇത്തവണ മറ്റൊരു പരീക്ഷണമായിരുന്നു. പെരുമ്പാവൂരിലെ MLA മാറ്റി ആണ് അവിടെ മനോജ് മൂത്തേടത്തെ മത്സരിപ്പിച്ചത്. ഇതാ വിജയിച്ചു വന്ന മനോജ് മൂത്തേടനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ PC വിശ്വനാഥിനെ പോലെയുള്ളവർ കുണ്ടറയിൽ നിന്ന് ഒരിക്കൽ കൂടി വിജയിച്ചു കയറുന്നു. അതോടൊപ്പം തന്നെ അവിടെ ചെറിയാൻ ഫിലിപ്പാണ് ഓരോരുത്തരെയും ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ ഒരു സംഗമവേദി കൂടിയായി ഇപ്പോൾ KPCC ആസ്ഥാനം മാറുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. VP സജീന്ദ്രൻ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ VP സജീന്ദ്രന് കുന്നത്തുനാട് പരാജയപ്പെടേണ്ടി വന്നിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അവിടെ PV ശ്രീനിജൻ ആയിരുന്നു, CPM-ന്റെ PV ശ്രീനിജൻ ആയിരുന്നു VP സജീന്ദ്രനെ പരാജയപ്പെടുത്തിയത്. എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവ് VP സജീന്ദ്രൻ നടത്തിയിരിക്കുന്നു. അങ്ങനെ അനുഭവ സമ്പത്തുള്ളവരുണ്ട്. ഒരുപക്ഷെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ മന്ത്രിസഭയിലും ഇടം പിടിച്ചേക്കും എന്നതുകൂടിയാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. അങ്ങനെ KPCC ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്. അതുമാത്രവുമല്ല, എടുത്തു പറയേണ്ടത് KPCC-യുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം MLA-മാർ ഒരു സംഗമിക്കുന്നതും ആദ്യമായാണ്. ഇത്രയധികം MLA-മാരുടെ സംഗമം നടക്കുന്നത് KPCC-യുടെ ചരിത്രത്തിലും ആദ്യമായാണ്. കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരെ നിയമസഭയിലേക്ക് എത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നതാണ്. ഞാൻ വീണ്ടും അരുണിലേക്ക് പോകുമ്പോൾ, അരുൺ, അവിടെ മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ആണ്. സേനാപതി വേണുവും മുതിർന്ന നേതാവാണ്. ഇത്തവണ മികച്ച വിജയം ആണ് സേനാപതി വേണുവും നേടിയിട്ടുള്ളത്. നിരവധി ചാനൽ ചർച്ചകൾ അടക്കം ന്യൂസ് 18-ന്റെ ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന്റെ മുഖമായി മാറിയിട്ടുള്ള ആൾ കൂടിയാണ് സേനാപതി വേണു. ഉജ്ജ്വലമായ വിജയമാണ് സേനാപതി വേണു നേടിയിട്ടുള്ളത്. ഇങ്ങനെ ഇതാ ഓരോ MLA-മാരായി കടന്നു വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് തീർച്ചയായും രണ്ടുപേരിലേക്കാണ്. അതിൽ ഒന്ന് VD സതീശനാണ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. അതോടൊപ്പം തന്നെയാണ് KC വേണുഗോപാലും ഇപ്പോഴും അന്തരീക്ഷത്തിൽ ആ പേരുകൂടി നിൽക്കുന്നു എന്നതാണ്. ഞാൻ അരുണിലേക്ക് പോകുമ്പോൾ, അരുൺ നേരത്തെ സൂചിപ്പിച്ചത് PJ കുര്യൻ്റെയും KS-ൻ്റെയും K സുധാകരൻ്റെയും ഒക്കെ വാക്കുകളാണ്. അവിടെ ഈ MLA-മാരിൽ എത്ര പേർ VD സതീശനെ പിന്തുണയ്ക്കും, അതല്ല എങ്കിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും എന്നത് പ്രസക്തമാണ്. അവിടെയാണ് ഈ KC അനുഭാവികൾ വലിയ പ്രതീക്ഷ പുലർത്തുന്നത്. അതായത് ഇപ്പോഴത്തെ MLA-മാരിൽ ഭൂരിഭാഗവും രമേശ് ചെന്നിത്തലയെയോ VD സതീശനെയോ ആയിരിക്കില്ല പിന്തുണയ്ക്കുക, മറിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യമായിരിക്കും ഹൈക്കമാൻഡിനോട് ഉന്നയിക്കുക എന്നതാണ് അവരുടെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.